ഈ മാസം ആദ്യമായിരുന്നുവല്ലോ നാഷണൽ അവാർഡ് പ്രഖ്യാപനം വന്നത്. ഇനി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാനുള്ള സമയമാണ്. നാളെ ഞായറാഴ്ച സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഈ വർഷത്തെ പ്രഖ്യാപിക്കുമെന്നൊരു റൂമറാണ് ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത്. മലിക്കോട്ടെ വാലിബനിലെ ലാലേട്ടന്റെ പ്രകടനം, മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ പ്രകടനം, അതോടൊപ്പം തന്നെ കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമയിലെ ആസിഫ് അലിയുടെ പ്രകടനം, ഒപ്പം തന്നെ ഫഹദിന്റെ ആവേശം സിനിമയിലെ പ്രകടനം എല്ലാം തന്നെ ജൂറിക്ക് മുന്നിലുണ്ട് എന്നറിയാനായിട്ട് കഴിയുന്നു. കഴിഞ്ഞ വർഷം 2024 സെൻസർ ചെയ്യപ്പെട്ട സിനിമകളെയാണ് ഈ വർഷത്തിലെ സ്റ്റേറ്റ് അവാർഡിലേക്ക് പരിഗണിക്കുക. കിഷ്കിന്ധകാണ്ഡത്തോടൊപ്പം തന്നെ ലെവൽ ക്രോസ്, അഡിയോസ് അമിഗോ തുടങ്ങിയ സിനിമകളിലെ ആസിഫിന്റെ പ്രകടനവും വളരെ മികച്ചു എന്നൊരു അഭിപ്രായം കഴിഞ്ഞ വർഷം തന്നെ നേടിയെടുത്തതാണ്. അപ്പോൾ ഏതെല്ലാം സിനിമകൾക്ക് ഏതെല്ലാം തന്നെ കാറ്റഗറിയിൽ അവാർഡുകൾ ലഭ്യമാകുമെന്ന് അറിയുവാനായിട്ട് കാത്തിരിക്കാം. നാളെ തന്നെയാണ് അവാർഡ് പ്രഖ്യാപനം എന്നാണ് നിലവിൽ വന്നിരിക്കുന്ന റൂമേഴ്സ്. എന്തായാലും ഈ ഓഗസ്റ്റിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഉറപ്പാക്കപ്പെട്ടതാണ്. കേരള സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപനത്തിന് മുന്നേ സൈമ അവാർഡ്സിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. അതുപ്രകാരം കഴിഞ്ഞ വർഷത്തെ മികച്ച നടനായിട്ട് ആടുജീവിതത്തിലെ പ്രകടനത്തിന് പൃഥ്വിരാജ് സുകുമാരനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഭ്രമയുഗം സിനിമയിലെ മമ്മൂട്ടിയുടെ അഭിനയത്തെ പിന്തള്ളിക്കൊണ്ടാണ് ആടുജീവിതം എന്ന സിനിമയിലെ പൃഥ്വിരാജ് മികച്ച നടനായിട്ട് സൈമ അവാർഡിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നേരത്തെ സ്റ്റേറ്റ് അവാർഡിലും പൃഥ്വിരാജിന്റെ ആടുജീവിതം മികച്ച നടനുള്ള അവാർഡ് നേടിയെടുത്തിരുന്നു. 2024 വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളെയാണ് സൈമ അവാർഡ്സിലേക്ക് പരിഗണിക്കുന്നത്. ഈ വരുന്ന സെപ്റ്റംബർ 5-നും 6-നുമാണ് സൈമ അവാർഡ് വിതരണം നടക്കുന്നത്.